നമ്മൾ ഓർക്കുന്നില്ലേ? നമുക്കറിയാമല്ലോ, ചേട്ടനറിയാമല്ലോ. എനിക്ക് ഓർമ്മയില്ല എന്ന് മുതലാണ് ചുരിദാർ വന്നതെന്ന്. ഞാൻ ഒരു ദിവസം ചുരിദാർ കിട്ടും, നമുക്ക് ആളുകൾ അപരിചിതത്വത്തോടെ നോക്കി. അത് കഴിഞ്ഞ് ജീൻസ് ഇട്ട പെൺകുട്ടികളെ കാണുമ്പോൾ നമുക്കൊരു ഇറിറ്റേഷൻ ആയിരുന്നു. പിന്നീട് സ്ലീവ്ലെസ് കാണുമ്പോഴത്തേക്ക് നമുക്ക് അസ്വസ്ഥതയുണ്ടായി. ഇപ്പോൾ പെൺകുട്ടികളുടെ ഇപ്പം നഗരത്തിലൊക്കെ നോക്കിയാൽ കാണുന്ന പെൺകുട്ടി വയറ് കാണുന്ന കുട്ടി ഉടുപ്പ് ധരിക്കുന്ന പെൺകുട്ടികൾ. നമുക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് എന്നെ കുട്ടി ഉടുപ്പ്, മിനി സ്കർട്ട്. ഇപ്പോഴേ നമുക്ക് ഏത് പെൺകുട്ടികൾ ഇടുന്നത് വയറ് കാണിക്കുന്ന വസ്ത്രം ധരിക്കുന്നുണ്ട്. ഇതൊക്കെ ഈ ഏത് സ്റ്റാൻഡേർഡ് വെച്ചിട്ട് ഇത് നമുക്ക് അരോചകമാണ് എന്ന് പറയാൻ പറ്റും, അല്ലെങ്കിൽ എനിക്ക് അരോചകമാണെന്ന് പറയാൻ പറ്റും? മലയാളക്കരയിൽ വയറ് കാണിച്ച് തന്നെയാണ് നേരത്തെ വസ്ത്രം ഉടുത്തിരുന്നത്. മുണ്ടും ബ്ലൗസും. എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ ഗ്രാമത്തിൽ ഏകദേശം എല്ലാ സ്ത്രീകളും, ഞാൻ വേറൊരു കമ്മ്യൂണിറ്റിയിൽപ്പെട്ടവനായതുകൊണ്ട് ആ കമ്മ്യൂണിറ്റിയിൽ ആ വസ്ത്രം ആയിരുന്നില്ല. അതുകൊണ്ട് എൻ്റെ അമ്മ സാരിയാണ് ധരിച്ചിരുന്നത്. എന്നാലും വീട്ടിൽ അത്യാവശ്യത്തിന് മുണ്ടും ബ്ലൗസുമായിട്ട് അത്യാവശ്യ സമയത്തൊക്കെ അമ്മയെ കാണാം. മറ്റാരെങ്കിലും വരുമ്പോഴാണ് ഒരു തോർത്തെടുത്ത് അങ്ങനെയുണ്ട്. അത് ഏകദേശം എല്ലാ സ്ത്രീകളും മുണ്ടും ബ്ലൗസുമാണ്. അവരുടെ വയറ് കാണാം. പാടത്ത് ജോലി ചെയ്യുന്നവർ, മറ്റ് രീതിയിൽ പണിയെടുക്കുന്നവർ, കട നടത്തുന്നവർ, ഇവരൊക്കെ പുല്ല് ചെത്തുന്നവർ, മീൻ പിടിക്കുന്നവർ. അപ്പോൾ പിന്നെ ഓരോ ശരീരഭാഗങ്ങൾ കാണിക്കുന്നു എന്ന് പറയുന്നത് ഇത്ര വലിയ കുറ്റമാകുന്നത് എങ്ങനെയാണ്? അല്ല, അത് മെല്ലെ മെല്ലെ അത് മാറിയിട്ട് ഇത് മറയ്ക്കേണ്ടതാണ് എന്നൊരു തോന്നൽ വന്നു. അപ്പോഴും സാരി നോക്കൂ, സാരി വയറ് കാണിക്കുന്നതല്ലേ. നേരെ നോക്കിയാൽ വയറ് കാണില്ല, ബട്ട് സൈഡ് വ്യൂ വയറ് കാണാം. അല്ല, വയറ് കണ്ടാൽ എന്താ? എനിക്കറിയില്ല. അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത് നമ്മൾ എന്ന് പറയരുത്, എന്നെ അതിൽ നിന്ന് മാറ്റണം. കാരണം ഞാനിത് കണ്ടിട്ടുണ്ട്, എനിക്കതിൽ അസ്വസ്ഥയും തോന്നി. ചെറുപ്പം മുതലേ കണ്ട് എനിക്കതിൽ അസ്വാഭാവികം തോന്നിയിട്ടില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.